ഹായ് ഓൾ, വെൽക്കം ടു വാല്യൂ പ്ലസ് അക്കാദമി. മൈ നെയിം ഈസ് സാദിര പരമേശ്വരൻ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇഗ്നോന്റെ വൺ ഓഫ് ദ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BPCG 172 യൂത്ത് ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി എന്ന പേപ്പർ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേപ്പർ ഈ ഒരു പേര് പറയുന്ന പോലെ തന്നെ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ യൂത്ത് എന്താണ്, ദെൻ ജെൻഡർ എന്താണ്, ദെൻ ഐഡന്റിറ്റി ഫോർമേഷൻ എങ്ങനെയാണ് ഈ ഒരു യൂത്ത് ഫേസിൽ നടക്കുന്നത് എന്നതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ആദ്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ക്രെഡിറ്റിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 100ലാണ് എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇതിവിടെ 4 ബ്ലോക്കുകളിലായിട്ട് 9 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, അതിൽ 2 യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂത്ത് ആൻഡ് ഐഡന്റിറ്റി, ദെൻ ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി, ആൻഡ് ബ്ലോക്ക് 4 ചലഞ്ചസ് റിലേറ്റഡ് ടു യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ എന്താണ് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കറന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ കാണുന്ന പല ടോപ്പിക്കുകളുമാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ഈ ഒരു പേപ്പറിൽ മൊത്തത്തിൽ പറയുന്നത് എന്നുള്ളത് ഓരോ ബ്ലോക്കുകളായിട്ടും ഓരോ യൂണിറ്റുകളായിട്ടും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ബ്ലോക്ക് 1 ഒരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 യൂണിറ്റ് ആണ് കവർ ചെയ്യാനായിട്ടുള്ളത്. യൂണിറ്റ് 1 യൂത്ത് കോൺസെപ്റ്റ് ആൻഡ് ഐഡന്റിറ്റി, ആൻഡ് യൂണിറ്റ് 2 ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് യൂത്ത് എന്നുള്ളത്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് യൂത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താണ് യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി എന്താ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലോട്ടുള്ള ഒരു ട്രാൻസിഷണറി പീരീഡ് ആണ്. ഒരു ഹ്യൂമൻ ബീയിങ് സഞ്ചരിക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെവലപ്മെന്റൽ ഫേസ് ആണ്, അല്ലെങ്കിൽ എന്താണ് പുരോഗതി വരുന്ന, അല്ലെങ്കിൽ അപ്ഗ്രേഡിങ് ഒരുപാട് സംഭവിക്കുന്ന ഒരു പീരീഡ് ആണ് യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് യൂത്ത് ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഫിസിക്കലി ഒരുപാട് മാറ്റങ്ങൾ ഒരു യങ്സ്റ്ററുടെ ഫേസ് എന്താ പറയാ ലൈഫിൽ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഇന്റലക്ച്വലി ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സോഷ്യൽ ബിഹേവിയേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. പേഴ്സണൽ വാല്യൂസിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സോ ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂത്ത് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാണ് ഡിഫറെന്റ് വേസിൽ. അതായത് സോഷ്യലി, കൾച്ചറലി, ഇക്കണോമിക്കലി ആൻഡ് ലീഗലി ഈ ഒരു യൂത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ഇൻ യൂത്ത് എങ്ങനെയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക. വൺ സെൽഫ് ഹു ഡിറ്റർമൈൻ ഹു ഹീസ് എന്നുള്ളതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അതായത് അവന്റെ സോഷ്യൽ വാല്യൂസ് എന്താണ്, അവന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അവന്റെ ബിലീഫ്സ് എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ അവന്റെ കടമകൾ എന്തൊക്കെയാണ്, ഐ മീൻ ഡ്യൂട്ടീസ്, ഇല്ലെങ്കിൽ എന്താണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്ക് കൈവരും. അപ്പൊ അതാണ് ഐഡന്റിറ്റി ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഐഡന്റിറ്റി ഡെവലപ്മെന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്ന് പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ തിയറീസ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് ഓഫ് യൂത്ത് ആണ്. അതായത് നമ്മളെ ഓരോ യൂത്ത് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്ന ഒരു പീരീഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഒരു യങ് ഹ്യൂമൻ ബീയിന് സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊഹിനിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ്. കൊഹിനിറ്റീവ് ഇൻ ദ സെൻസ് ഇന്റലക്ച്വൽ ചേഞ്ചസ് ആണ്. അതായത് ഒരാള് നോളേജ് അക്യൂർ ചെയ്യുന്നതിലൂടെ വരുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെയൊക്കെ. ശരിക്കും യങ്സ്റ്റേഴ്സിന്റെ ഒരു ഡെവലപ്മെന്റ് എപ്പോഴും എന്താണ്, ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് ഏകദേശം ഒരു 80% അവർക്ക് കിട്ടുന്നത് അല്ലെ. സ്കൂളിലൂടെയും കോളേജിലൂടെയും ഒക്കെ അവർ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതും എന്താണ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോഷ്യൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, മോറൽ ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഓരോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ ഡെവലപ്മെന്റൽ ടാസ്കുകൾ യൂത്ത് നാവിഗേറ്റ് ചെയ്യണം,
അവർക്ക് ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് വരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐഡന്റിറ്റിക്കൽ ഡെവലപ്മെന്റ് വരുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ഏരിയാസിലൊക്കെ വരുന്ന കോമൺ ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂത്ത് ആൻഡ് ഐഡന്റിറ്റിയിൽ വരുമ്പോൾ എഗെയിൻ നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്തുകൊണ്ട് ക്രൂഷ്യൽ ആണ്, പേഴ്സണൽ ആൻഡ് സോഷ്യൽ റോൾസ് ഷേപ്പ് ചെയ്ത് വരുന്നതിന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പെർസ്പെക്ടീവ്സ് ഓൺ ഐഡന്റിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ ഡിഫറെന്റ് സൈക്കോളജിക്കൽ തിയറീസും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഏതൊക്കെയാണ് ഐഡന്റിറ്റിക്കൽ ഫോർമേഷന് വരുന്നത്, ദെൻ ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്സിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഫോം ചെയ്തെടുക്കുന്നത്, ഈ ഐഡന്റിഫിക്കേഷൻ ഒരു സെൽഫായിട്ട് നടത്തുന്നത് എന്ന് നോക്കുന്നുണ്ട്. ഫാമിലി എങ്ങനെയാണ് ഒരാളുടെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. ദെൻ പാരന്റ് ചൈൽഡ് അല്ല, യൂത്ത് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ, ഐഡന്റിറ്റി ഡെവലപ്മെന്റിന് കാരണമാകുന്നത്, ദെൻ ഏതൊക്കെ രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 4 എഡ്യൂക്കേഷൻ, കരിയർ ആൻഡ് പിയർ ഗ്രൂപ്പ്സ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഐഡന്റിറ്റി ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതേപോലെ വർക്ക് പ്ലേസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരാളുടെ കരിയർ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, പിയർ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ എസെൻഷ്യൽ പാർട്ട് ആവുന്നത് എന്നുള്ളതും നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 5 എന്ന് പറയുന്നത് യൂത്ത് കൾച്ചർ, മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ. യൂത്ത് എന്ന് പറയുന്നത് ഓൾവേസ് എന്തിനെ ഫോളോ ചെയ്യുന്നവരാണ്, ട്രെൻഡ്സ്, ബിലീഫ്സ്, ബിഹേവ്സ്, ഇതിലൊക്കെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ തന്നെ ഇവർ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആക്കും. സോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഒക്കെ എങ്ങനെയാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനെ എന്നുള്ളത് ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 3 നമ്മൾ നോക്കുന്നത് ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി എന്നുള്ളതാണ്. സോ ഇവിടെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു കീ ഫാക്ടർ ഇൻ ഷേപ്പിംഗ് യൂത്ത് ഐഡന്റിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ജെൻഡർ എന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കുന്നു. സോ ശരിക്കും എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജെൻഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു സെക്ഷുവാലിറ്റി പറയുന്നതല്ല. അതായത് ഈവൻ ഐ എം എ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്നതല്ല ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങൾ വരുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ ഒരുപാട് മീനിങ്സ് വരുന്നുണ്ട്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ഒരാള് ഇപ്പൊ ഈവൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിസ്റ്റിങ് ചെയ്യുന്നതിന് അപ്പുറമായിട്ട് ആളുടെ ഒരു ജെൻഡറിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റിയിൽ ആളുടെ ഐഡന്റിറ്റി ഫോം ചെയ്ത് വരുന്നത്. അതായത് ഇപ്പോ ഒരു പുരുഷനാണെങ്കിൽ പുരുഷൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ഫോളോ ചെയ്യുന്ന സ്ത്രീകൾ കോമൺലി ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. സോ ഇങ്ങനെ കോമൺലി ഒരേ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ജെൻഡർ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ അവരുടെ എന്താണ് ജസ്റ്റ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മറിച്ച് ഹോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇക്കണോമിക്കൽ പെർസ്പെക്ടീവ്സ് എല്ലാം തന്നെ നമ്മൾ ജെൻഡർ എന്ന് പറയുന്ന ഒരു ടേമിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് സൊസൈറ്റി ഈ ജെൻഡർ റോൾസിനെ വ്യൂ ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റിന് എന്നുള്ളത് നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 6 എന്ന് പറയുന്നത് ജെൻഡർ, യൂത്ത് ഐഡന്റിറ്റി ആൻഡ് സെക്ഷുവാലിറ്റി എന്നുള്ളതാണ്. സോ ഇവിടെ ജെൻഡർ സോഷ്യലൈസേഷൻ എങ്ങനെയാണ് യൂത്തിന് അവരുടെ റോൾസ്, സമൂഹത്തിലുള്ള അവരുടെ റോളുകൾ നിശ്ചയിക്കുന്നതിന് കാരണം, അതിൽ യൂത്ത് എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ ഐഡന്റിഫിക്കേഷൻ വഴി അല്ലെങ്കിൽ ജെൻഡർ സോഷ്യലൈസേഷൻ വഴി അവരുടെ റോൾസ് സമൂഹത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത് നോക്കുന്നുണ്ട്. ദെൻ ട്രഡീഷണൽ ആൻഡ് ചലഞ്ചിങ് ജെൻഡർ റോൾസ് എങ്ങനെയാണ് ഐഡന്റിറ്റി ഫോർമേഷൻ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ദെൻ സെക്ഷുവാലിറ്റി ഇൻ യൂത്ത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരിക്കലും ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മളൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോഡി ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്താണെങ്കിലും ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും വെദർ ഹീസ് എ ബോയ് ഓർ ഗേൾ, ഫീമെയിൽ ഓർ മെയിൽ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഫിസിക്കലി നമുക്ക് കൺഫേം ചെയ്യാം ഇപ്പൊ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത്. പക്ഷെ അവര് ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് അഡൾട്ട്ഹുഡിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് ഈ പറയുന്ന യൂത്ത് ഫേസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അവർക്ക് എന്താണ് അവരുടെ സെക്ഷുവാലിറ്റി കുറച്ചും കൂടി കൂടുതലായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരുന്ന
മെയിൽ ഫീമെയിൽ എന്നല്ലാതെ മറ്റു പല സെക്ഷുവാലിറ്റീസും നമ്മൾ എന്ത് ചെയ്യുന്നത് സമൂഹത്തിൽ പലരും കാണപ്പെടുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, മറ്റ് കമ്മ്യൂണിറ്റീസിൽ പെടുന്ന ആളുകളായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇവരുടെ ഒരു യങ്ങർ സ്റ്റേജിലാണ്, യങ്ങർ ഫേസിലാണ് ഇവർക്ക് എന്താണ് ഇവരുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരും ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ അത് എങ്ങനെയാണ് ഫോം ചെയ്തു വരുന്നത്, ദെൻ അതിന്റെ ഒരു അവയർനെസ്, റെസ്പെക്ട് ആൻഡ് ഇൻഫോംഡ് ചോയ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂണിറ്റ് 7 നമ്മൾ യൂത്ത് ഐഡന്റിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലോബലൈസേഷന്റെ ഈ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വർക്ക് ആൻഡ് കൾച്ചറിൽ യൂത്തിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ദെൻ യൂത്ത് എക്സ്പീരിയൻസസ് എങ്ങനെയാണ് ഗ്ലോബൽ ഇന്ററാക്ഷൻസ് വഴി ചേഞ്ച് ആവുന്നത്, അത് എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ബ്ലോക്ക് 4 നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചലഞ്ചസ് ആണ് യൂത്ത് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷനിലൊക്കെ നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ വരുന്ന ചലഞ്ചസ് ആണ് നോക്കുന്നത്. അതിൽ യൂണിറ്റ് 8 നമ്മൾ നോക്കുന്നത് അഗ്രഷൻ, വയലൻസ്, മെന്റൽ ഹെൽത്ത് എമോങ് യൂത്ത് എങ്ങനെയാണ് എന്നുള്ളത്. ഇറ്റ്സ് വെരി റെലവെന്റ് ടോപ്പിക് ആണ്, വളരെയധികം കറന്റ് റെലവൻസ് ഈ ഒരു ടോപ്പിക്കിനുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ കാണുന്ന ന്യൂസുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ കേൾക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന അഗ്രഷൻ യൂത്തിൽ ഓവർ ആവുമ്പോഴുള്ള പ്രശ്നങ്ങൾ, വയലൻസ് ഓവർ ആവുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതുവഴി അവരുടെ മെന്റൽ ഹെൽത്ത് എഫക്ട് ചെയ്യുന്നതൊക്കെ അല്ലെ. സോ ഇത് എങ്ങനെയാണ്, ഇത് എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് കൺസേൺസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ കൂടുതലാകുന്നത് എന്ന് പറയുന്നത് ടോട്ടൽ സമൂഹത്തെ തന്നെ ബാധിക്കുന്നതാണ്. സോ ഇത് എങ്ങനെയാണ് ഈ ഒരു അഗ്രഷൻ ഒക്കർ ചെയ്യുന്നത് എന്നുള്ള ഇതിന്റെ ഡിഫറെന്റ് തിയറീസ് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെയാണ് എൻവയറമെന്റൽ അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഈ പറയുന്ന അഗ്രഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. ദെൻ സൊല്യൂഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അവെയർ ആക്കുക, അല്ലെങ്കിൽ ഇതെങ്കിലും നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് യങ്സ്റ്റേഴ്സിന് കൊടുക്കാം എന്നുള്ളത് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 9 നമുക്ക് വർക്ക് ബാലൻസ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് എൻവയറോൺമെന്റ്, അല്ലെങ്കിൽ ഒരു വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് യൂത്തിന് ഫോം ചെയ്യാനായിട്ട് സാധിക്കുക. അത് എന്തിന് അതായത് ഒരു ബാലൻസിങ് വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ട് വേണം എന്നുള്ളതും അത് എങ്ങനെ നമുക്ക് നേടാം എന്നുള്ളതും നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്താ സൈക്കോളജിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, ഓർഗനൈസേഷണൽ ആയിട്ടുള്ള സ്ട്രെസ് എങ്ങനെയാണ് ഈ ഒരു യങ്സ്റ്റേഴ്സിന്റെ വെൽബീയിങ്ങിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ദെൻ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്വിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്തിട്ട് യങ്സ്റ്റേഴ്സിനെ മുന്നിലോട്ട് കൊണ്ടുവരൽ, ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഓവറോൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ യൂത്ത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു, മീൻസ് എങ്ങനെയാണ് യൂത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, ദെൻ അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എങ്ങനെ ഫോം ചെയ്തു വരുന്നു, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി, അതേപോലെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കുന്നത്. സോ യൂത്ത് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു നാഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്യൂച്ചർ ആണ് അല്ലെ. നമ്മൾക്ക് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്യൂച്ചർ ആണ് യങ്സ്റ്റേഴ്സിന്റെ കയ്യിലിരിക്കുന്നത്. അവരെങ്ങനെ നല്ല രീതിയിൽ ഫോം ചെയ്തു വരുന്നു അതനുസരിച്ചിട്ടിരിക്കും നമ്മളെ ഈ ഒരു നാഷന്റെ പ്രൊഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു യൂത്തിനെ എങ്ങനെ വളർത്തിയെടുക്കാം, ഇങ്ങനെ ഫോം ചെയ്യാം, ഒരു കൃത്യമായ രീതിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കുന്നുണ്ട്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കറന്റ് റെലവെന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് മുതൽക്ക് നമുക്ക് യൂണിറ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.